സേറമോൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. സേറമോൾ ഒരു സ്റ്റുഡിയോയിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ. സേറമോൾ ജനിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയിട്ട് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അന്നായിരുന്നു ഞാനും സേറമോളും ഇച്ചായനും കൂടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്നത് ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിരുന്നല്ലോ. അന്ന് പിന്നെ നമ്മുടെ കൂടെ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അന്ന് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയിട്ടോ. എന്തിന് വീഡിയോ, ഒരു ഫോട്ടോ പോലും എടുക്കാനായിട്ട് ഞങ്ങൾ മറന്നുപോയി. കാരണം ഒറ്റയ്ക്ക് അവളെ കൊണ്ട് പുറത്തു പോയി ഇപ്പോൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫുൾ കോൺസെൻട്രേഷൻ കൊച്ചിലായിരുന്നു കേട്ടോ. കൊച്ചിനെ എങ്ങനെ മര്യാദയ്ക്ക് ക്യാരി ചെയ്യാമെന്നായിരുന്നു. കൊച്ചിനടുത്ത് പഠിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. നോർമലി അവൾ മുടി കെട്ടാനോ കണ്ണെഴുതാനോ എന്തിനൊരു പൊട്ടുകുത്താൻ പോലും അവൾ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എല്ലാം ചെയ്യാനായിട്ട് സമ്മതിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് ഭ്രാന്തായതാണോ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗാട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് സ്റ്റുഡിയോയിലോട്ട് ചെന്നതാ. കാരണം വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണ് അവളുടെ മുടിയിൽ എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കാനായിട്ട്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ തുടങ്ങിയുള്ള പ്രാർത്ഥനയായിരുന്നു പെൺകുട്ടിയാവണേ എന്ന്. ലാസ്റ്റിന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് പെൺകുട്ടീനെ തന്നെ ദൈവം തന്നു. പക്ഷെ നമ്മുടെ സേറമോൾക്ക് മുടിയൊന്ന് കെട്ടുന്നത് എന്തിനേറെ പറയുന്നു, മുടിയിലൊന്ന് തൊടുന്നത് പോലും ഇഷ്ടമല്ല. ഈ കഥ കേട്ട് ബോറടിച്ചോ? ഒരമ്മയുടെ രോദനം അത്ര കണ്ടാൽ മതി കേട്ടോ. കാരണം ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു തോന്നലുണ്ടായിരുന്നു പെൺകുട്ടിയായിരിക്കും എന്ന്. നമ്മളത് കസിൻസായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് മുതലേ നമ്മൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലും പിൻട്രസ്റ്റിലും ഒക്കെ ക്യൂട്ട് ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ തുരുമ്പിട്ട് പോയിട്ടുണ്ടെന്ന്. കാരണം അതിനൊന്നും ഒരു അനക്കമില്ലല്ലോ. അങ്ങനെ സേറ ബേബിയുടെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സിൽ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ പറയുന്നത് മുടിയിലത്തെ അതൊക്കെ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ, നമ്മൾ ഈ വിസയ്ക്കുള്ളതല്ലേ, അതൊന്നും വേണ്ടാന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് എന്തായിരിക്കും എന്നുള്ളത് ഇത്രയും കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ തന്നെ, നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. അതൊക്കെ എനിക്ക് തോന്നി. കാരണം ഏത് ഒരമ്മയുടെ രോദനം മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ മുടിയിലത്തെ അതൊക്കെ ഊരി മാറ്റി ഫോട്ടോ എടുക്കാനായിട്ട് ഇരുത്തിട്ടോ. ഇനിയിപ്പോൾ വോയിസ് ഓവറില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തു ഗൈസ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് കേൾക്കാം. നല്ലത് മറ്റേ ഫോട്ടോസാണ്. ഇത് കുഴപ്പമില്ല. തിരിഞ്ഞു പോയി. ഇതല്ലേ അത് തിരിഞ്ഞു പോയി. ഇത് കുഴപ്പമില്ല. ചെവി കാണുന്നുണ്ട്. ഇത് പ്രശ്നമില്ല. അതിനൊക്കെ തന്നെ ഇത് പ്രശ്നമില്ല. ചിരി ഇല്ലെന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. ചിരിക്കാതെ കുഴപ്പമില്ല. നിങ്ങൾ അടുത്തിരുന്നു. കുഴപ്പമില്ല. ഇച്ചിരി ഗ്യാപ്പിട്ടെങ്കിൽ എടുത്താൽ മതി. ശരി, ഡാഡിനെ നോക്കിക്കോ. കഴുത്ത് നേരപ്പിച്ച് ഇങ്ങനെ വെച്ചോ, ബോഡി ഇങ്ങനെ വെച്ചോ. നീ അങ്കിളിനെ നോക്കി ചിരിക്കണം നടക്കും തോന്നില്ല. കഴുത്ത് നേരെ വെച്ചോ. കഴുത്ത് നേരെ വെച്ചോ. ഡാഡി നോക്ക്. നേരെ ഇങ്ങോട്ട് കൈ നേരെ വെച്ച് ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ശരി, ഇങ്ങോട്ട് നോക്കിയേ ചേച്ചി. ഇങ്ങോട്ട് നോക്ക്. നേരെ നോക്ക്. ഇങ്ങോട്ട് ഇവിടെ ബേഡ് അങ്കലിന്റെ ക്യാമറയിൽ നോക്കിക്കോ. ഫോട്ടോ നോക്കി. കുഴപ്പമില്ലല്ലോ. ഇത് കുഴപ്പമില്ല. ഇത്രയല്ലേ വരുള്ളൂ. അത് മതി.